നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മടി തോന്നുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ 24 മണിക്കൂർ തികയാത്ത അത്രയും തിരക്കിലാണ് ലോകം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിടത്ത് അലസതയോടെ ഇരിക്കുന്നത് വ്യക്തിയിൽ കുറ്റബോധം ഒഴിവാക്കും എന്നത് തീർച്ചയാണ്. എന്നാൽ ഉന്മേഷമില്ലായ്മ വെറും മടിയാകണമെന്നില്ല. കൂടുതൽ സങ്കീർണമായ മറ്റു പല പ്രശ്നങ്ങളും ഇതിന് പുറകിൽ ഉണ്ടാകാം എന്നതാണ് യാഥാർത്ഥ്യം. ഒട്ടും ഉന്മേഷമില്ലാത്ത അവസ്ഥയ്ക്ക് ശാരീരികവും മാനസികവുമായ ഘടകങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വേണ്ടത്ര ഉറക്കം ലഭിക്കാതിരിക്കുക, പോഷകക്കുറവ്, അലസമായ ജീവിതശൈലി തുടങ്ങിയവ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുവാൻ കാരണമായേക്കാം. കൂടാതെ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവയും ഈ വിഷയത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മനസ്സ് സംഘർഷഭരിതമാണെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഊർജം കുറവായിരിക്കും. കൂടാതെ ഇത് വ്യായാമം ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഘടകമാണ് ആഹാരക്രമം. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതും മധുരമുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതും വഴി പെട്ടെന്ന് ഉന്മേഷം തോന്നുമെങ്കിലും കാലക്രമേണ അത് കൂടുതൽ ദോഷകരമായി ഭവിക്കും. എന്നാൽ പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീനുകൾ അടങ്ങിയ ധാന്യവർഗ്ഗങ്ങൾ പോലുള്ളവ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ട്രോണിക് വസ്തുക്കൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് സമമാണ് മനുഷ്യ ശരീരത്തിന് ഉറക്കം. ശരിയായി ഉറങ്ങുന്നില്ല എങ്കിൽ ശരീരത്തിന് വേണ്ട വിശ്രമം ലഭിക്കുന്നില്ല എന്നാണ് അർത്ഥം. കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ ഉറക്കമെങ്കിലും ശരാശരി മനുഷ്യന് ആവശ്യമാണ്. ശരീരത്തിൻ്റെ ഊർജം നഷ്ടപ്പെടുന്നതിലെ പ്രധാന ഘടകമാണ് സമ്മർദ്ദം. ദീർഘകാലം സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളിൽ കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് ക്ഷീണം അനുഭവപ്പെടാനും ഉന്മേഷം കുറയുന്നതിനും കാരണമാവുകയും ചെയ്യും. കൂടാതെ ഹൈപ്പോതൈറോയിഡിസം, വിളർച്ച, പ്രമേഹം എന്നിവയാണ് വിട്ടുമാറാത്ത ക്ഷീണത്തിലേക്ക് നയിക്കുന്ന മറ്റ് അവസ്ഥകൾ. അയണിൻ്റെയും വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി പോലുള്ള പ്രധാന പോഷകങ്ങളുടെ അഭാവം മൂലവും ക്ഷീണം അനുഭവപ്പെടാം. ദിവസേന 20 മിനിറ്റ് നടക്കുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ഊർജ്ജസ്വലമാക്കും. കൂടാതെ കൃത്യമായ ദിനചര്യകൾ കെട്ടിപ്പടുക്കുന്നതിനും ഇഷ്ടമുള്ള വിനോദങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഉന്മേഷം നിലനിർത്തുവാനും ഇത് സഹായിക്കുന്ന ഘടകമാണ്. ദൈർഘ്യമേറിയതും തീവ്രമായതുമായ വ്യായാമങ്ങൾക്ക് പകരം ഹ്രസ്വവും ലഘുവായതുമായ വ്യായാമം തിരഞ്ഞെടുക്കുക. ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, മടിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.